കാറ്റത്തെ കിളികൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നിധി പറയാണ്, ഇനി ഒന്നിൻ്റെ പുറകെ പോകണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ, ഒന്നും എങ്ങും എത്താൻ പോകുന്നില്ല. എനിക്ക് ഇനിയും മുന്നോട്ട് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് നിധി വിഷമത്തോടെ പറയാണ്. മരിക്കുന്നവരെ ഒരു അടയാളം ഇല്ലാതെ ജീവിക്കേണ്ടി വരും എന്നും പറഞ്ഞ് നിധി വിഷമിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, നിധി വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കത്തില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ആധാർ കാർഡ് ഒപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിധി ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പം നിധിക്കൊരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വീട്ടിലാണെങ്കിൽ ബ്രോക്കറാണെങ്കിൽ സുഭാഷിൻ്റെ കല്യാണാലോചനയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അവർ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ, ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും മരുമോളിപ്പോൾ ഇല്ല, മരുമോൾ ഇങ്ങോട്ടിപ്പോൾ എത്തും, എന്നിട്ട് അവളുമായിട്ട് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ് എന്ന് പറയാണ്. അപ്പോൾ രൂപേഷ് ഇങ്ങനെ ഭാസ്കരനെ നോക്കുന്നുണ്ട്. ഭാസ്കരൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? അപ്പോഴത്തേക്ക് സുധീഷും നിധിയും കൂടെ വരുന്നുണ്ട്. അപ്പം രണ്ടുപേരും കയറി വരികയാണ്. വരുമ്പോഴത്തേക്ക് ബ്രോക്കർ അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറയാണ്, സുഭാഷിനെ ഒരു പെണ്ണിനെയും കൊണ്ട് വന്നതാ, പെണ്ണിൻ്റെ ആലോചനയും കൊണ്ട് വന്നതാ, അത് എന്താ ഏതാന്നൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് വേണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്നും പറയാണ്. അപ്പോൾ സുധീഷ് ഇങ്ങനെ ബ്രോക്കറിനെ നോക്കുവാണ്. അന്നേരം ബ്രോക്കർ പറയാണ്, അതെ, കഴിഞ്ഞ ദിവസം ഭാസ്കരനാണെങ്കിൽ എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് സുഭാഷിനൊരു പെണ്ണിനെ കണ്ടെത്തണമെന്ന്. ഭാസ്കരൻ ഇതുവരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സുഭാഷിനൊരു പെണ്ണിനെ കണ്ടെത്താമെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് രൂപേഷ് ഇങ്ങനെ ഞെട്ടി നോക്കുവാണ്. സുധീഷ് എന്നിട്ട് ഭാസ്കരൻ്റെ അടുത്ത് നോക്കിയാണ്, അപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ കല്യാണമൊക്കെ നടത്തണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട്, അതൊക്കെ ആലോചിച്ച് തുടങ്ങി ഇല്ലയോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നിധിയും ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയാം, ഒന്ന് പോടാ എന്ന് പറയാണ്. അന്നേരം ബ്രോക്കർ പറയാണ്, അന്ന് കണ്ട പെണ്ണല്ലേ, എന്തായാലും സുഭാഷിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ അങ്ങോട്ട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, എന്നെ കണ്ടപ്പം പറഞ്ഞായിരുന്നു താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങളോട് സംസാരിക്കണമെന്നാണ് അവർ പറയുന്നത് എന്ന് ബ്രോക്കർ പറയണം. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, അവർക്കെന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അതറിയത്തില്ല, എന്തായാലും നിങ്ങൾ അങ്ങോട്ട് എത്തണം എന്ന് പറയണം. ആരാ വരുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ ഭാസ്കരൻ പറയാണ്, മോളും പിന്നെ നീയും കൂടെ ചെല്ല് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ സുധീഷ് ചോദിക്കുകയാണ്, ഞങ്ങൾ പോയാൽ മതിയോ? അപ്പം ഭാസ്കരൻ പറയണം, അതാ നല്ലത്, നിങ്ങൾ രണ്ടും കൂടെ വാ, നാളെ തന്നെ പോകാം, നാളെ തന്നെ നമുക്ക് അവരെ കണ്ട് സംസാരിക്കാം, അപ്പോൾ അവരുടെ ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എന്നിട്ട് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ബ്രോക്കർ പറയുകയാണ്. അപ്പം നിധിക്കും രൂപേഷിനും ഭാസ്കരനൊക്കെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ സുഭാഷിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെട്ട് സുഭാഷിൻ്റെ കല്യാണാലോചനയ്ക്കൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് തന്നെ നേരെ അവർ ബ്രോക്കറിൻ്റെ കൂടെ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സുധീഷും നിധിയാണ് പോകുന്നത്. അവിടെ ചെന്ന് ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പോൾ സുധീഷ് പറയാണ്, നിങ്ങളാദ്യം താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്, ഇന്നലെ വന്ന് ചേട്ടൻ പറഞ്ഞു താല്പര്യമുണ്ടെന്ന്, അന്നേരം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയാണ്, ഞങ്ങൾക്ക് സുഭാഷിനെ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അത് ഞങ്ങൾക്ക് താല്പര്യമാണെന്ന് പറയുകയാണ്. സുധീഷ് പറയാണ്, പിന്നെന്താ കുഴപ്പം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, സുഭാഷ് ചേട്ടന് പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ചേട്ടന് നല്ല സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളെന്ന് പറയണം. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയാണ്, അത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടല്ലേ പറഞ്ഞത് സുഭാഷിനെ ഞങ്ങളുടെ മോളെ കെട്ടിച്ചയക്കുന്നതിന് ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം, ആ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലെ താമസിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിധിയും ഞെട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സുധീഷ് ഞെട്ടുന്നുണ്ട്. ഈ വീട്ടിലോ? സാധാരണ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിലേക്കാണ് പെൺപിള്ളേരെ കൊണ്ടുപോകുന്നത്, പക്ഷേ ഇവിടെ അത് നടക്കത്തില്ല. ഇവിടെ സുഭാഷ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സുഭാഷ് ഈ വീട്ടിൽ താമസിക്കണം, അതാ വേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ ചോദിക്കുകയാണ്, അത് മര്യാദയല്ലല്ലോ, ഈ കല്യാണം നടക്കണമെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ, അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷിന് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ കുഞ്ഞിരിക്കുകയാണ്. അത് നിധിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിധി പറയാണ്, ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, അത് വീട്ടിലേക്ക് ആലോചിച്ച് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയണം. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയുകയാണ്, അത് മതി, അത് മാത്രം ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി, പക്ഷെ ഒരു കാര്യം, പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഈ വിവാഹമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, തിരിച്ച് കല്യാണം കഴിഞ്ഞ് സുഭാഷ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട സുധീഷിന് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ബ്രോക്കറും സുധീഷും നിധിയും കൂടെ ഇറങ്ങുമ്പം ബ്രോക്കർ സുധീഷിൻ്റെ അടുത്ത് മാറ്റി നിർത്തി പറയുന്നുണ്ട്, ഈ വിവാഹം നടന്നാൽ നല്ലതാണ്, നിങ്ങൾ സുഭാഷിനെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇവിടെ വന്ന് താമസിക്കണമെന്നല്ലേ ഉള്ളൂ, പക്ഷേ നല്ലൊരു പെങ്കൊച്ചും അതേപോലെ നല്ല കുടുംബക്കാരുമാണ്, നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് ബ്രോക്കർ പറയാണ്.
അന്നേരം സുധീഷ് പറയാണ് എന്തായാലും വീട്ടിലെല്ലാവരോടും പറയട്ടെ ചേട്ടാ, അവരുടെ അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് പറയാം എന്ന് പറയാണ്. അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ നിധിയും സുധീഷും പോവുകയാണ്. അവർ പറഞ്ഞ കാര്യം കേട്ടിട്ട് സുധീഷിന് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് നിധിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുകയാണ്.